ഹായ് ഗൈസ്, വിഷുക്കാലം വന്നെത്താൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ചെറുവത്തൂർ ആനിക്കാടിയിലെ ശ്രീകൃഷ്ണ ഫയർവർക്സിലേക്ക് മികച്ച പടക്കങ്ങൾ തേടി ഞങ്ങളൊരു യാത്ര തിരിക്കുകയാണ്. ഇന്ത്യയുടെ വെടിക്കെട്ട് തലസ്ഥാനമായ തമിഴ്നാട്ടിലെ ശിവകാശിയിലേക്ക്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്തതിനാൽ ഞങ്ങൾ നേരിട്ട് ഓരോ ഇനവും പരിശോധിച്ചാണ് ആനിക്കാടിയിലേക്ക് പടക്കങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കുട്ടികൾക്കായി ശബ്ദം കുറഞ്ഞതും വർണ്ണങ്ങളേറിയതുമായ ഫാൻസി പടക്കങ്ങൾ ഇത്തവണ പ്രത്യേകമായുണ്ട്. ഇനി ശിവകാശി എങ്ങനെ പടക്ക വ്യാപാരത്തിന്റെ തലസ്ഥാനമായി എന്ന് നോക്കാം. ചൂടുപിടിച്ച കാറ്റും വരണ്ട കാലാവസ്ഥയുമാണ് ശിവകാശിയിൽ. എങ്ങനെയാണ് ഈ ചെറിയ നഗരം ഇന്ത്യയുടെ പടക്ക നിർമ്മാണ കേന്ദ്രമായി മാറിയതെന്നറിയാമോ? 1920കളിൽ P.I.N. നാടാറും ഷൺമുഖ നാടാറും കൊൽക്കത്തയിൽ പോയി പടക്ക നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യ പഠിച്ചു. തിരിച്ചെത്തിയ അവർ ഇവിടെ തുടങ്ങിയ ആ വ്യവസായമാണ് ഇന്ന് കാണുന്ന ഈ പടക്ക സാമ്രാജ്യത്തിന്റെ അടിത്തറ. നിലവിൽ ശിവകാശിയിലും പരിസരത്തുമായി ആയിരക്കണക്കിന് പടക്ക നിർമ്മാണശാലകളുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഇവർ എരിയുന്ന വെയിലിൽ വിയർപ്പൊഴുക്കുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനമാണിത്. ഓരോ ചെറിയ മരുന്നുകുറ്റിയിലും ഇവർ നിറയ്ക്കുന്നത് കേവലം വെടിമരുന്നല്ല, മറിച്ച് തങ്ങളുടെ ജീവിതം കൂടിയാണ്. അപകടസാധ്യതകൾക്കിടയിലും പുഞ്ചിരിയോടെ അവർ പണിയെടുക്കുന്നു. ഇതാണ് വെടിമരുന്ന്. சட்டி மாதிரி சின்ன பிள்ளைங்க இந்த மாதிரி அப்படியே பூசுவாங்க மாதிரி சரசரமா ஃபில் பண்ணுது அந்த வெளியில இருக்கு. வெளியில ஃபில் பண்ணு. அதை எடுத்து அவங்க காமிங்க. അല്ല, അതിൽ ഫില്ല് ചെയ്യുന്നതോ? ലോഡാ. യൂട്യൂബ് ഫേസ്ബുക്കും അതിനെന്താ? നല്ല മൂഞ്ചി താനേ. അവരെ നല്ല മൂഞ്ചി, എല്ലാം മൂഞ്ചി എടുക്കും. നമുക്കെന്നാ നല്ല മൂഞ്ചി, കെട്ട മൂഞ്ചി, എല്ലാമേ നല്ല മൂഞ്ചിതാ. ില്ല
ഏ? பீகோக்கா என்ன பேர் என்ன നിങ്ങളെ പേര് വസന്ത ശിവകാശിയിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന ഏറ്റവും പുതിയ ശേഖരങ്ങളുമായി ഈ വിഷുവിന് ഞങ്ങൾ റെഡി. സുരക്ഷിതമായും സന്തോഷത്തോടെയും നമുക്ക് ഈ വിഷു ആഘോഷിക്കാം. ശ്രീകൃഷ്ണ ഫയർവർക്സ്, ആനിക്കാടി.